guys, it's me Andy. It's me Dajos. It's me Ramya Krishnan. So എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയുടെ എല്ലാ ഇൻട്രോയും കാറിലാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളുടെ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡി ആയിരിക്കാൻ പറയുമ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലേറ്റ്. അന്നേരം പിന്നിങ്ങനെ കറക്റ്റ് അമ്മ വന്നു കഴിയുമ്പോഴത്തേക്ക് വിളിക്കും, അവന്തി ഇറങ്ങി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് റഷാവും. അപ്പൊ പിന്നെ ആ ഇൻട്രോ എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങൾ മിക്ക വീഡിയോയും ഇൻട്രോ കാറിൽ വരുന്നത് അല്ലേ? ഓ അതെ അതെ. നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവരും വിചാരിക്കും അല്ലല്ല, ഇന്ന് ഉച്ചക്ക് ചോറ്, മോര്, കൊഞ്ചു പൊരിച്ചത്, ക്യാബേജ് തോരൻ, ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ പുട്ടും ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ അതൊക്കെ കഴിച്ചു. അല്ല, ഉച്ചയ്ക്കും ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പം വൈകിട്ട് ഇനിയിപ്പോൾ അവന്തി നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളു ഗൈസ്. അത് കഴിഞ്ഞാൽ പിന്നെ അവന്തി ഗോഡ്സ് ആൻഡ് കൺട്രിയിലാണ്. പിന്നെ അതുകൊണ്ട് പുറത്തൊന്ന് പോയി ഫുഡൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. സത്യത്തിൽ ഫുഡ് കഴിക്കാനും ഇറങ്ങിയതല്ല. ഞങ്ങള് ഹണി കേക്ക് ഇല്ലേ, ഹണി കേക്കിൽ പോയിട്ട് കേക്ക് കഴിക്കാം, അല്ലെങ്കിൽ ലൈക്ക് എന്താ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഹണി കേക്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ കേക്ക്സ് ഐസ്ക്രീംസ് ഒന്നും ഇല്ല. റെനോവേഷൻ നടക്കുന്നതുകൊണ്ട് കേക്ക്സ് ഐസ്ക്രീംസ് സംഭവങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് എന്താ കോഫിയും കേക്കും മാത്രമേ ഉള്ളൂ. അതും ഡ്രീം കേക്ക് ഒക്കെ ആയിരിക്കുന്നത്, പേസ്ട്രീസ് ആയിട്ടില്ല എന്നാണ്. പിന്നെ ഞങ്ങൾ സങ്കടപ്പെട്ടെങ്കിൽ ഇറങ്ങി. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു. ഐസ്ക്രീം തിന്നാൻ പറ്റാത്ത ക്ഷീണം ഞങ്ങൾ ഫുഡിൽ തീർക്കാന്ന് വെച്ചു. അപ്പൊ ദച്ചുവിന്റെ ഇഷ്ടപ്പെട്ട ലോലിപോപ്പ് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പൊ ഇപ്പൊ സൂപ്പ് കുടിക്കണം, ലോലിപോപ്പ് തിന്നണം എന്നൊക്കെ ഉള്ളൊരു കൺക്ലൂഷനിലെത്തി. ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. എനിക്ക് ക്യാമറയിൽ നോക്കാൻ ഒരു പേടിയാണ്, കാരണം എപ്പോഴാണ് 200 ഒക്കെ ആണെങ്കിലും വേണ്ടിയില്ല, 1000-500 ഒക്കെ ഫൈൻ അടിക്കുന്നത്. അപ്പൊ അത്രയും വലിയ ഫൈനൊക്കെ വന്നാലോ ചേട്ടാ ഞാൻ ഇങ്ങനെ പെട്ടെന്നൊക്കെ നിർത്തി നോക്കിയിട്ടങ്ങ് പോകുന്നത്. 1000 ആവുമ്പോഴത്തേക്കോ ഡാർക്ക് ആലോചിക്ക്, 20,000 രൂപയുടെ അടുത്തേക്ക് എത്ര കുഴിമന്തി ഇല്ലാന്ന്. എനിക്ക് കൊല്ലത്തെ എനിക്ക് ഈ തിന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി കൊല്ലത്തെ മന്തി, മനസ്സിലെ മന്തി. എനിക്ക് ഇവിടുത്തെ മന്തി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇനി ഞാൻ വാങ്ങിച്ചു തരുന്നില്ല, വേണ്ട. ഇവിടുത്തെ മന്തിയൊന്നും എനിക്ക് അന്ന് പോയതിൽ ഇഷ്ടപ്പെട്ടത് വീഡിയോയ്ക്ക്. എന്റെ പിള്ളേര് കൊച്ചു പോകുമ്പോ പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ പിന്നെ വീഡിയോ ഒന്നും ഉണ്ടാവൂല. പിന്നെ എന്റെ ഡെയിലി റുട്ടീൻ, രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, രാവിലെ എണീക്കുന്നു. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് അല്ല നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. രാവിലെ അമ്മ ഞങ്ങളുടെ എന്നെ വിളിക്കും. രാവിലെ ഒരു 11 മണിയാകുമ്പോ എന്നെ വിളിച്ചോണത്ത്. നീ ഉള്ളപ്പോ നീ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് അമ്മ ചോദിച്ചത്. 11 മണിക്കൊന്നും അല്ല, ഞാൻ 9:30 ആകുമ്പോ വിളിച്ചോണത്തും. ഞാൻ 12:45 ആകുമ്പോ വരത്തില്ലേ? 9:45 ആകുമ്പോഴാണ് വിളിക്കുന്നത്. വിളിച്ചാലും ഞാൻ എണീക്കത്തില്ല. സിഗരറ്റ് കഴിക്കുന്നുണ്ട്. നല്ല കുട്ടി. പക്ഷെ നോക്കാതെ തിരിച്ചു നോക്കി പറഞ്ഞില്ലേ? ഇല്ല, നമ്മള് തിരിച്ചരിഞ്ഞ് ഇങ്ങോട്ടാ പോകുന്നത്. വായി നോക്കുകയാണ് കണ്ട പാകിസ്ഥാനിയൊക്കെ. എന്റെ മുന്നേ വെടിവെച്ച് കൊല്ലും പറഞ്ഞില്ല. അപ്പൊ നമ്മള് ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ ഇടാം. പോകുന്നതിന്റെ ഒരു സ്നേഹപ്രകടനമാണോ എന്ന് എനിക്കൊരു സംശയമില്ല. അതില്ല, 2 ആഴ്ച കഴിയുമ്പോ അങ്ങ് ചെല്ലും അവള്, കൊച്ചവള്. ഞങ്ങൾ ഫസ്റ്റ് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു, പിന്നെ ഒരു ലോലിപോപ്പ് ഓർഡർ ചെയ്തു, പിന്നെ നൂഡിൽസ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്രില്ല് ചിക്കനും ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ജ്യൂസ്, ഷേക്കുകളൊക്കെ ഓരോരുത്തരിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇവിടെ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്.
മൊയ്ത്തോ. നിച്ചോൻ എപ്പോഴും എവിടെ ചെന്നാലും മൊയ്ത്തോ. ഞങ്ങൾ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് കൊണ്ടുവന്ന് ഒരെണ്ണം മേടിച്ചിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഡിവൈഡ് ചെയ്ത് തന്നു. അപ്പം ഞങ്ങൾ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് കുടിക്കാൻ പോവുകയാണ്. ഭയങ്കര ചൂടാന്ന്, 2 പേർക്കും കഴിക്കാൻ വയ്യ. ലോലിപ്പോപ്പ് വന്നു, ലോലിപ്പോപ്പ്. അങ്ങനെ ഓലം വന്നു, കാളൻ വന്നു, പുളിശ്ശേരി വന്നു എന്നൊക്കെ പറയുന്ന കണക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. നെച്ചോന് കിച്ചടിയാണ് ഇഷ്ടം. ഗൈസ്, എൻ്റെ കൊച്ച് ലോലിപ്പോപ്പുകൾ ഇങ്ങനെ തിന്ന് മറിക്കുന്നുണ്ടോ ഗൈസ്. ഞങ്ങൾക്ക് 2 പേർക്കും അത്ര വലിയൊരു താല്പര്യമില്ല. അവൾക്കാണ് ലോലിപ്പോപ്പിനോട് താല്പര്യം, മറ്റേത് പിസയും മന്തിനോടുമാണ് താല്പര്യം. ദച്ചുവാണ് ഈ നൂഡിൽസ് ഓർഡർ ചെയ്തത്. ഇത് കംപ്ലീറ്റും തീർത്തിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ, ഒരു തുള്ളി പോലും കളയാൻ പറ്റത്തില്ല. അവന്തിയാണ് ഇത് ഓർഡർ ചെയ്തത്, ബാർബിക്യൂ. അത് പിന്നെ തിന്നാന്ന് എനിക്കറിയാം, പക്ഷേ ദച്ചു ഇത് തിന്നാതെ ഇവിടെ നിന്ന് ഇറങ്ങിയ നാ ഒന്നെ വിടമാട്ടെ. ഈ ഫലൂദ എനിക്കാണ് ഫലൂദയോട് ഭയങ്കര ഇഷ്ടം. അവന്തികയ്ക്ക് ടെൻഡർ കോക്കനട്ട് ഷേക്ക്, ദച്ചുവിന് പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ മോജിത്തോ. അങ്ങനെ ഇനിയിപ്പോൾ അതും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് സ്കൂട്ടാവണം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇതാ പുറത്തിറങ്ങി. അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞ് അമ്മയുടെ ഓഫീസിലോട്ട് പോവുകയാണ്. അതല്ലേ പോവാണ്. ഞങ്ങൾ 2 ഫുഡൊക്കെ കഴിച്ച് അനകാൻ വയ്യാതായി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നില്ലേ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനും തെച്ചും എനിക്ക് അറിഞ്ഞൂടാ ഭയങ്കരമായിട്ടും വയറാണ്. എന്താ സംഭവിച്ചെന്നറിയോ? സൂപ്പ് കുടിച്ച്, അത് കഴിഞ്ഞ് ലോലിപ്പോപ്പ് കഴിച്ച്, അതും കഴിഞ്ഞ് നോർമൽ ഫുഡും കഴിച്ച്, ദച്ചു മൊയ്ത്തോ കുടിച്ചു. ആൻഡ് ഞാൻ പകുതി ഇരിക്കുകയാണ് ഇപ്പോഴും. ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക് അത് ഇനി കുടിച്ച് തീർക്കണം. ഇല്ലേ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? ഞാൻ നോർമലി കഴിച്ചതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ 2 പേരും ഇങ്ങനെയൊക്കെ കഴിച്ചോണ്ടാ. അനങ്ങാൻ വയ്യ, അതെ അനങ്ങാൻ വയ്യ ഗൈസ്. നാട്ടിൽ പോകുമ്പോഴാണെങ്കിൽ ഒന്നും കഴിക്കത്തില്ല. എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറയുന്നത്. ഇവിടെ 4 ദോശയൊക്കെ കഴിക്കേ, നാട്ടിൽ ചെല്ലുമ്പോൾ 1 ദോശ. അതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് കഴിക്കാൻ വയ്യ. ഒരെണ്ണമൊക്കെ അവസാനം സ്കൂളിൽ പോകാൻ ആ ബസ് വന്നേച്ചി എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നാണ്. 1 ദോശയൊന്നും മൊത്തത്തിൽ കഴിക്കത്തില്ല. ഇഡലി ആണെങ്കിലും 1 ഇഡലി, അപ്പാണെങ്കിൽ 1 അപ്പം. 3-4 ആകുമ്പോ അമ്മ എനിക്ക് മതി അമ്മ, ഞാൻ നിർത്തിക്കോട്ടെ, മെസ്സേജ് ഇടും. ഞാനിങ്ങനെ മെസ്സേജ് അമ്മ ഇങ്ങനെ ഇടും. അമ്മ അപ്പം നോക്കും, കാരണം പേടിയാ ഞാൻ വല്ലതും ഇട്ടിട്ടുണ്ടോ, വല്ല തട്ടിയും പൊട്ടിച്ചതോ വീണോന്ന് പേടി. ഒരു തവണ വീണ കേട്ടാ, ഒരു തവണ വീണയല്ലേ. എന്താ ഞാൻ അവിടെ വീട്ടിലിരിക്കുകയായിരുന്നു, അപ്പൊ എന്നെ വിളിച്ചു. എന്നിട്ട് നാട്ടിൽ നിൽക്കുക, അപ്പം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു എന്ത്, എൻ്റെ അടുത്ത് പറയാ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ചോദിച്ചു എന്ത്? അതെ ഇവിടെ ഇരുന്ന ചെടി അവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ തട്ടിയിട്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അത് നീ എങ്ങനെ തട്ടിയിട്ട് അകത്ത്? ഇവക്ക് വേറൊരു കുഴപ്പമുണ്ട്, ഇവളൊന്നും ചെയ്തില്ലെങ്കിലും ദച്ചുവിനെ ടേബിള് വന്നിടിക്കും, മതില് വന്നിടിക്കും ഇടയ്ക്കിടയ്ക്ക്. കഴിഞ്ഞ ദിവസം എന്തോ എടുക്കാനായിട്ട് കുനിഞ്ഞ വഴിക്ക് തല കണ്ടിടിച്ച് അവിടെ ഇരുന്നങ്ങ് എനിക്ക് എന്നൊക്കെ പറഞ്ഞു കരഞ്ഞു. അതെ അങ്ങോട്ടേ ഇടിച്ചത് എനിക്ക് വിഷമമായി പോയി. ആരാണ്ട് കൊണ്ടത് ഇടിക്കുന്ന നടക്കാം. കഴിഞ്ഞ ദിവസം എന്തോ തല വെക്കുന്ന ബാൻഡ് താഴെ വീണിട്ട് ഞാൻ പറഞ്ഞത് അത് എടുക്കെന്ന് പറഞ്ഞു. അത് എടുക്കാൻ കുനിഞ്ഞതും അവിടെ തലയിടിച്ചു.
ഞാൻ വിചാരിച്ച അവിടെ ചുമ്മാ ഇരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ വേദന എടുക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ആയിരുന്നു. ഓണത്തിന് തേപ്പോട്ടി കയ്യെ തട്ടി. ഞങ്ങൾ ആരും അറിഞ്ഞില്ല. മുടി കെട്ടി കൊടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാരും തുണി തേച്ചിട്ട് അങ്ങോട്ട് വെച്ചതേ ഉള്ളായിരുന്നു. ആ തേപ്പോട്ടി നല്ല ചൂടായിരുന്നു. ഭയങ്കര റഷിലായിരുന്നു. ഒരുങ്ങണം, എന്താ ഗസ്റ്റ് വരും, എല്ലാരും വരും. അല്ല, അവരെല്ലാരും വന്ന്. അപ്പൊ ഞങ്ങളെല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഞാൻ തെച്ചുവിന്റെ അടുത്ത് തന്നെ അങ്ങോട്ടൊന്ന് മാറും നിക്കുന്ന എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ കരച്ചില്. ഞാൻ ചോദിച്ചു എന്ത്? എന്റെ കൈ പൊള്ളി. ഞാൻ ചോദിച്ചാ ഇങ്ങനെ തേപ്പൊട്ടിക്കൊണ്ട് അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ ചുമന്ന് എന്തോ വലുതായി. കൊച്ചിന് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നില്ലേ അങ്ങോട്ട് എന്നിരിക്കും. അതാ മതിലൊക്കെ തെച്ചോന് ഇങ്ങോട്ട് വന്നൊക്കെ ഇടിച്ചിട്ടുണ്ട്. അതേപോലെ വല്ലവരുടെ തല വന്നിട്ട് ഇങ്ങോട്ട് ഇടിക്കും. ഒരിക്കലും വീണായിരുന്നു. അന്നായിരുന്നു പറയണ്ട. കിടക്കുമായിരുന്നു തറയില്. എന്നിട്ട് എന്തോ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന ഇതല്ലായിരുന്നു. എന്താ വീട്ടിലിരുന്ന ചെടിച്ചട്ടിയായിട്ട് മറിഞ്ഞാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞില്ല, നാട്ടിൽ വിളിച്ചു പറഞ്ഞു. എന്നെ വിളിച്ചു പറഞ്ഞു. ഇല്ല, ഞാൻ ചോദിച്ചു അമ്മ ഇല്ലേ, അമ്മ വന്നില്ലേ? ഇല്ല, ഞാനെല്ലാം ക്ലീനൊക്കെ ആക്കി, എല്ലാം ക്ലീൻ ആക്കി വെച്ച്, എല്ലാം മണ്ണെല്ലാം മാരി തിരിച്ചിട്ട്, മണ്ണെല്ലാം ഇവിടെ ആയി ചേച്ചി, എല്ലാം മാരി ഞാൻ തിരിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. കൈ വെച്ച് വാരിയിട്ട് പാർക്കിംഗ് ഇല്ലല്ലോ. അമ്മയ്ക്കാണോ? ഓ, അങ്ങനെ നമ്മൾ അലിബിന്നലിയിൽ എത്തിയിട്ടുണ്ട്. അലിബിന്നലി എന്നാട്ടോ ഞങ്ങൾ. നമ്മൾ വരണോ? ഞാൻ വരും. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക കേട്ടാ. ഇവിടെ ഇതില് ഈ ചെറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കുക ഞങ്ങൾ രണ്ടുപേരും. അമ്മോട്ടിക്ക് ഇപ്പം ഓക്കെ ഗൈസ് ബൈ. അങ്ങനെ നമ്മളിതാ പുറത്തിറങ്ങി. നമ്മുടെ പണി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ 2 ചേറിനകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് അമ്മയുടെ ഓഫീസിൽ കയറുന്നത്. ഞങ്ങളിങ്ങനെ പോകുമ്പം ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഓണം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അമ്മ കൊണ്ടുപോയില്ല. ആരും അറിഞ്ഞു. ഞാൻ ഒരു ദിവസം പ്രോഗ്രാമിന് വിളിച്ചപ്പം ഏതാണ്ട് മൂശത്തെ എടുത്തിട്ടില്ലേ അന്ന് എനിക്ക് വയ്യായിരുന്നില്ല. പിണങ്ങി ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ ഞാൻ കൊണ്ടുപോയതുമില്ല. പിന്നെ ഈ പ്രാവശ്യം കൊണ്ടുപോകാൻ അങ്ങനെ അടിപിടി എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളു. അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, നല്ല ഓഫീസ്. ഞാനെന്താ പറയാ, നെച്ചോറുകൂടിയായിട്ട് നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഓഫീസ്. ആ കസാര ഉള്ളായിരുന്നു, ആടിക്കളിക്കാൻ പറ്റിയ കസാരയായിരുന്നു. പിന്നെ ഈ പടത്തിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഓഫീസ് തന്നെ ആയിരുന്നു. ഞാൻ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അതേപോലെ ഉണ്ടായിരുന്നു അല്ലേ ചേച്ചിക്ക് തന്നെ അതൊന്നും അറിഞ്ഞുകൂടല്ല. അയ്യോ, എൻ്റെ മുടി കുളമായിരിക്കുന്നു. അമ്മയുടെ വിശേഷം ഇന്നത്തെ. അപ്പം നമ്മൾ ഇനിയും വീട്ടിലോട്ട് പതുക്കെ പോകാം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്താലോ? അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇവിടെ ഇപ്പം 9 മണിയായിട്ടുണ്ട്. നിങ്ങൾ നാട്ടിലിപ്പോൾ 11:30 ആയിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ടൈമാണ് 8:52. അപ്പം
അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിക്കോ. അപ്പം ഞങ്ങളും വീട്ടിലും പോയിട്ട് ഞങ്ങളും ഒന്ന് ഫ്രഷായിട്ട് ഉറങ്ങും. പിന്നെ ഇവരിനിയും കുറച്ച് കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ. ഇവരിനി വെളുപ്പംകാലം വരെ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഉച്ചയാകുമ്പോഴേ എണീക്കത്തുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ബായ് ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.